ഒന്നിനും വയ്യ, എന്നെ കൊണ്ടൊന്നും പറ്റില്ല, ഞാനൊന്നിനും പറ്റാത്ത കൊള്ളാത്ത ആളാണ്, അനാവശ്യമായി സംശയമായിരിക്കും. എന്നെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെന്താ മാറി എന്ന് പറയുന്നത്? എന്നെക്കുറിച്ച് തന്നെയാണ് ഉള്ളിൽ പറഞ്ഞുകൊണ്ടിരിക്കും. വിമർശിക്കപ്പെടുമോ എന്ന ഭയമാണ്. ഭൂമിയിലെ സകല മനുഷ്യരും ഈ വിമർശന ഭയത്തിന് അടിമകളാണ്. അപ്പൊ അതൊക്കെ വിട്ടിട്ട് ഒരു ഒരു കഴിവെങ്കിലും ഇല്ലാത്ത ആളുകളുണ്ടാവും. നിങ്ങളതൊന്നും മൂർച്ച കൂട്ടി നോക്കൂ. ഈ വിമർശന ഭയത്തിന്റെ ലക്ഷണങ്ങൾ ഒന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്കിത് പരിഹരിക്കാൻ വളരെ എളുപ്പമായിരിക്കും. അതെന്തായിരിക്കും ഇതിന്റെ ലക്ഷണങ്ങൾ എന്നത് നമുക്ക് നോക്കാം. ഈ പറയുന്ന ഏതാണ്ട് 31 വിമർശിക്കപ്പെടുമെന്നുള്ള ഭയത്തിന്റെ ലക്ഷണങ്ങൾ ഇതിലെവിടെയാണ് നമ്മളൊന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ ആ വിമർശനങ്ങളെ നാം ഒരിക്കലും അതിനെക്കുറിച്ച് നമ്മൾ വേവലാതിപ്പെടരുതെന്നാണ് അതിന്റെ റിസർച്ചേഴ്സ് പറയുന്നത്. അതിൽ നമ്മൾ വേവലാതിപ്പെടരുത്. കഴിവുകളെ കുറിച്ച് എഴുതുക. ഈ കഴിവുകളെ കുറിച്ച് എഴുതി ആ ലിസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞ അത്ഭുതപ്പെട്ടു പോകും നമ്മളെ കഴിവുകൾ എത്രയുണ്ടെന്നുള്ളത്. എല്ലാ മനുഷ്യരിലും ഒരു ഭയപ്പാടുണ്ടാവും, ഫിയർ ഫാക്ടർ. അവനവന്റെ പേഴ്സണാലിറ്റിയുടെ ഒരു ഇൻസെക്യൂരിറ്റി കൊണ്ടാണ് ഇത് ഉണ്ടാവുന്നത്. ഇനി ഉണ്ടായാൽ തന്നെ നമ്മളുടെ ക്യാരക്ടറിനെ ഡിഫൈൻ ചെയ്യുന്നത് അവസാനം ഫിയർ ഫാക്ടറായി മാറാറുണ്ട്. എന്താണ് ഫിയർ ഫാക്ടർ? നമ്മൾ ഈ ഫ്ലോറിൽ വെച്ച് ഫിയർ ഫാക്ടറിനെ കുറിച്ച് സംസാരിച്ചു ഒരിക്കലും. നമുക്കുണ്ടാവുന്ന ആന്തരികവും ബാഹ്യവുമായ ഭയങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. പലപ്പോഴും വളരെ വ്യത്യസ്തമായ തരത്തിലുള്ള ഭയങ്ങൾ നമുക്കുണ്ടെങ്കിലും ആളുകൾക്ക് എൻ്റെ ഭയം, ഞാൻ എന്തിനെയാണ് ഭയപ്പെടുന്നത് എന്ന് കൃത്യമായി കണ്ടെത്താൻ കഴിഞ്ഞാൽ നമുക്ക് അറിയാം, എനിക്ക് കോക്രോച്ചിന് ഭയമാണ്, അല്ലെങ്കിൽ എലിയ ഭയമാണ്, അതല്ലെങ്കിൽ പെട്ടെന്ന് ആളുകൾ ശബ്ദം ഉണ്ടാക്കിയാൽ അതെനിക്ക് പേടിയുണ്ടാക്കും. അങ്ങനെ ആളുകൾക്ക് വേഗമായിട്ട് അറിയാം. പക്ഷെ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അതിനൊരു കാരണമുണ്ടല്ലോ. ഒരു കാര്യമുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ കാരണത്തെ മാറ്റിക്കഴിഞ്ഞാൽ കാര്യവും മാറും. ഇതാണ് വളരെ സിമ്പിൾ ലോജിക്. കോസ് കണ്ടുപിടിക്കാന്ന്. അപ്പൊ കോസ് കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങളാണ് നമ്മൾ ഈ വിമർശനം എന്ന് പറയുന്നത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പല രൂപത്തിൽ, പ്രത്യേകിച്ച് മലയാളിയുടെ ജീവിതത്തിൽ വിമർശനം എന്നത് അതിശക്തമായിട്ടുള്ള ഒരു വികാരമായി മാറിയിട്ടുണ്ട്, ഒരു ഏർപ്പാടായിട്ട് മാറിയിട്ടുണ്ട്. നമ്മുടെ ചാനൽ ചർച്ചകളിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ പലതരത്തിലുള്ള നിരീക്ഷകന്മാരല്ലേ, അവരെല്ലാം വിമർശിക്കുക. ഏതെങ്കിലും രാഷ്ട്രീയക്കാരനോ അവന്റെ എതിരാളിയെ കുറിച്ച് വളരെ പോസിറ്റീവായിട്ട് നോക്കൂ, എൻ്റെ എതിർകക്ഷി അവർ ഇന്ന കാര്യങ്ങൾ ചെയ്തു, രാജ്യത്തിന് വേണ്ടി അവർ ഇന്ന പ്രോജക്റ്റുകൾ കൊണ്ടുവന്നു എന്ന് ആരെങ്കിലും പറയാറുണ്ടോ? അവരെ വിമർശനമാണ് അവരുടെ ആയുധം എന്ന് തന്നെ. ആ വിമർശനമാണ് ചിലപ്പോൾ ആ ആയുധം കൊള്ളേണ്ട അടുത്ത് കൊള്ളൂ, മറ്റവരെ ചിന്തിപ്പിക്കാൻ അത് കാരണമാവുകയും ചെയ്യും. വിമർശന ഭയം സൊസൈറ്റിയിലെ ഇടയിൽ കാര്യമായി തലപൊക്കി തുടങ്ങിയത് സ്ത്രീകൾ അണിഞ്ഞൊരുങ്ങി നടക്കാനൊക്കെ തുടങ്ങുന്ന സമയത്താണെന്നാണ് ഒരു വാദമാണ്. അവർക്ക് എന്ന് വെച്ചാൽ അതിന് കാരണം എന്ന് പറയുന്നത് സ്ത്രീകൾ നമ്മൾ ഇന്ന് കാണുന്ന അണിഞ്ഞൊരുങ്ങലല്ല പറയുന്നത്, ഗ്രാജുവലിയുള്ള അണിഞ്ഞൊരുങ്ങൽ. അവർ മറ്റുള്ളവർ തൻ്റെ രൂപത്തെ വിമർശിക്കുമോ എന്ന ഒരു തോന്നലിൽ നിന്നാണ് അങ്ങനെ ഉണ്ടായെന്ന് പറയുന്ന ഒരു നിരീക്ഷണമുണ്ട്. ഒരുപക്ഷെ അതിലെന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവാം. അപ്പം നമ്മൾ പലപ്പോഴും സ്ത്രീകൾക്ക് ഒരുപാട് സമയം അണിഞ്ഞൊരുങ്ങുന്നത് കാണാം. അപ്പം നമ്മൾ പുരുഷന്മാർ വിചാരിക്കും, എന്തിനാണ് ഇവർ ഇത്രയും കാര്യമായിട്ട് ഇങ്ങനെ അണിഞ്ഞൊരുങ്ങുന്നത്? ഇത് ശരിയായോ? ഈ മുടി എങ്ങനെ ഇരിക്കുന്നത്? ഈ സാരിയുടെ തുമ്പ് ശരിയായോ? സത്യത്തിൽ ഇത് ഒരു സ്ഥലത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരുടെ ഇടയിൽ നിൽക്കുമ്പോൾ ഒരാൾ ചോദിക്കാൻ, ഒരാൾ ശ്രദ്ധിക്കാൻ ചിലപ്പോൾ സാധ്യതയില്ല. സ്ത്രീകൾ ചിലപ്പോൾ ശ്രദ്ധിക്കുമായിരിക്കും. പക്ഷേ എന്നാൽ പോലും ഈ ഒരു വിമർശനത്തിന്, ഈ ഒരു ഭയത്തിന് ഒരു അടിസ്ഥാനവുമില്ല എന്ന് പൊതുവായിട്ട് നമുക്ക് കാണാം. വിമർശന ഭയം നമ്മളുടെ ഉണ്ടാക്കുന്ന തകരാറുകളെക്കുറിച്ച് ആദ്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏത് തരത്തിലുള്ള ഭയമാണ് നമ്മളിൽ ഉള്ളത് എന്നതിലേക്ക് നമുക്ക് കടക്കാൻ പറ്റും. ഈ തകരാറുകൾ പ്രധാനമായിട്ടും നമുക്കുണ്ടാക്കുന്ന തകരാറ്, ഇത് ചിലർക്കാരനല്ല ഈ വിമർശന ഭയം എന്നത്. അതുണ്ടാക്കുന്ന തകരാറുകൾ ചിലത്, വിമർശന ഭയം ജീവിതത്തിൽ എന്തും തുടങ്ങുന്നതിൽ നിന്നും നമ്മളെ തടയുന്നു. ആ വാക്ക് ശ്രദ്ധിക്കണം, എന്തും തുടങ്ങുന്നതിൽ നിന്നും. അപ്പം ജുബീൻ പറഞ്ഞോടെ എല്ലാ കോൺഫിഡൻസും ചോർന്നു പോകും. എന്തെങ്കിലും തുടങ്ങാൻ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഉടൻ വരും ആളുകൾ എന്നെ വിമർശിക്കുമോ, ആളുകൾ എന്ത് പറയുന്നത്, ഇത് സക്സസ് ആവുമോ, ഈ സക്സസ് ആവുമോ എന്നൊക്കെയുള്ള ചോദ്യത്തിന്റെ ബേസിക് ഒരു ഒരു നേർരേഖ, ഒരു ലൈൻ എന്ന് പറയുന്നത് താൻ വിമർശിക്കപ്പെടുമോ, താൻ തെറ്റുകാരനാണെന്ന് ആരെങ്കിലും പറയുമോ. അപ്പം മറ്റുള്ളവർ എന്തും തുടങ്ങുന്നതിൽ നിന്നും അത് നമ്മളെ പിന്തിരിപ്പിക്കുന്നു എന്നുള്ളതാണ്. അടുത്തതെന്താ? അത് നമ്മുടെ ഭാവനയുടെ കരുത്ത് ഇല്ലാതാക്കുന്നു. നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ, നമുക്ക് ഭാവനാത്മകമായി ചിന്തിക്കാൻ ഈ ലോകം തന്നെ ഉണ്ടായിരിക്കുന്നത് ഭാവനയുടെ മുകളിലാണ്. ഇത് വിഭാവന ചെയ്യാൻ കഴിഞ്ഞത് കൊണ്ടാണ് മനുഷ്യൻ ഇന്ന് ഈ കാണുന്നത് മുഴുവൻ ഉണ്ടാക്കിയത്. അപ്പം ആ ഭാവനയുടെ കരുത്ത് ഇല്ലാതാക്കും. വിമർശിക്കുമെന്നുള്ള സംശയം നമ്മുടെ കോൺഫിഡൻസ് ഇല്ലായ്മയാണോ ആക്ച്വലി? അത് ഞാൻ അതിലേക്ക് വരാം. അടുത്തത് എന്താണെന്ന് അറിയോ? വിമർശന ഭയം വ്യക്തിത്വത്തിന് പരിമിതികൾ കൽപ്പിക്കും. നമ്മുടെ വ്യക്തിത്വത്തിന്, നമ്മുടെ ഇൻഡിവിജ്വാലിറ്റിക്ക്
നമ്മുടെ പേഴ്സണാലിറ്റിക്ക് ഒക്കെ പരിമിതി ലിമിറ്റേഷൻസ് ഉണ്ടാക്കും. വേണ്ട, അത്രയും പോകണ്ട, അത്രയും കൂടെ അടുക്കണ്ട. എല്ലാത്തിലും ഒരു ലിമിറ്റേഷൻ ഉണ്ടാക്കും, റെസ്ട്രിക്റ്റ് ചെയ്യും. അതിന് കാരണക്കാരൻ ഇവനാണ്. അത് നമ്മുടെ സ്വാശ്രയ ശീലം എടുത്തു കളയും. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാനുള്ള, സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു സ്വാശ്രയ ശീലം നമുക്ക് നഷ്ടപ്പെടുത്തുന്നു, അത് എടുത്തു കളയുന്നു എന്നാണ്. മറ്റുള്ളവരെ ആശ്രയിച്ച് നിൽക്കേണ്ട ഡിപ്പെൻഡൻസി അത് കൂട്ടുന്നു എന്നതാണ്. സ്വന്തം കാലിൽ നിൽക്കാനുള്ള കെൽപ്പിന് അത് തടയുന്നു എന്നുള്ളതാണ്. നമുക്ക് വ്യക്തിപരമായ പലവിധ കേടുപാടുകൾ അത് വരുത്തി വെക്കും. കുട്ടികൾക്ക് നേരെയുള്ള മാതാപിതാക്കളുടെ വിമർശനങ്ങൾ ഒരു തിരുത്താനാവാത്ത തെറ്റായി മാറുന്നത് ഇങ്ങനെയാണ്. ശരി. അപ്പം നമ്മൾ നമ്മൾ കൊച്ചിലെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. അത് എളുപ്പത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ്. അതെ. ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ കോക്കാച്ചി വരും, അയ്യോ അതുകൊണ്ട് അങ്ങോട്ട് പോകല്ല, അവിടെ പഴുതാരയുണ്ടല്ലോ, അവിടെ പാമ്പുണ്ടെന്ന് പറഞ്ഞ് പേടിപ്പിച്ചാണ് കുട്ടിയെ അങ്ങോട്ട് ഓടിക്കാതിരിക്കുന്നത്, അപ്പുറത്തെ കാര്യം നടക്കാൻ വേണ്ടി. അപ്പം അത് മുതലേ ഈ കുട്ടിയുടെ ഉള്ളിൽ ഒരു കോൺഫിഡൻസ് ചോരുവോ, അല്ലെങ്കിൽ ഈ അവരുടെ പേഴ്സണാലിറ്റിക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള സ്കില്ല് കുറയ്ക്കുകയോ ചെയ്യുക. അത് ആ കുട്ടിക്ക് അറിയില്ലല്ലോ. നമ്മളിപ്പോ ചെറിയ പിള്ളേരെ മക്കളെയൊക്കെ എടുത്തിട്ട് നമ്മൾ മുകളിലേക്ക് ഇങ്ങനെ അച്ഛനോ മുകളിലേക്ക് ഇങ്ങനെ എടുത്ത് മുകളിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ പൊക്കി എടുത്തിട്ട് താഴെ നിന്ന് ഇങ്ങനെ പിടിക്കും. ഈ മുകളിലേക്ക് പോകുമ്പോൾ നമ്മൾ ചെറുപ്പത്തിലായിരുന്നു, നമുക്ക് ഓർമ്മയില്ലെങ്കിലും ഏകദേശം നമുക്ക് ഇത് കാണുമ്പോൾ നമുക്കൊരു ഫീലിംഗ് വരും. ഇങ്ങനെ പോയിട്ട് മുകളിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ ഒരു ആളെല്ലാം അടിവയറ്റുന്നു വരും. എന്നിട്ട് താഴേക്ക് ഇങ്ങനെ പോയിട്ട് താഴേക്ക് പോകുമ്പോൾ അതേ സാധനം വരും. എന്നിട്ട് കൈകൊണ്ട് അങ്ങ് താങ്ങുമ്പോൾ വീഴുമോ എന്നുള്ള ഭയം. ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞിരുന്നു, പ്രകൃതിയാൻ നമുക്കുള്ളൊരു ഭയമാണ് വീഴുമോ എന്ന ഭയം. അപ്പൊ ഇത് അടിയിൽ നിന്ന് അങ്ങ് താങ്ങിയിട്ട് ഒറ്റ കരച്ചിലാണ്, അല്ലറി കരയും, ഭയന്ന് നിലവിളിക്കും. ഈ കുട്ടിക്കറിയില്ല, എന്നെ വിടുറാ, എന്ത് വൃത്തികെട്ട പണിയാ നീ അച്ഛനും അമ്മയും ചെയ്യുന്നത്, എനിക്ക് പേടിയായിട്ട് വയ്യ എന്ന് പറഞ്ഞതിന് പകരം അവന്റെ ഭാഷയിൽ അവൻ പ്രതിഷേധ സ്വരത്തിൽ അവൻ കരയുകയാണ്. പക്ഷെ അത് കാണുന്ന നമ്മളെന്താ ചെയ്യുന്നത്? പൊട്ടിച്ചിരിക്കും. എന്നിട്ടും ഒന്ന് ചോയോ വാവേന്ന് പറഞ്ഞ് മൂക്കിലൊക്കെ ഒരു ഉമ്മ കൊടുത്ത് കടിയൊക്കെ കൊടുത്തിട്ട് അപ്പോൾ ഒന്ന് അവൻ ഇത് സ്വപ്നമായിരുന്നോ, വീണ്ടും ഇത് തന്നെ ചെയ്യും. ഭയത്തിന്റെ വേരുകൾ അവൻ്റെ ഉള്ളിൽ പതുക്കെ പതുക്കെ പൊട്ടിമുളക്കാനുള്ള പ്രവൃത്തിയായിട്ട് ഇതൊക്കെ മാറും. ഇങ്ങനത്തെ പ്രവൃത്തികളാണ് കുട്ടികൾക്ക് നേരെയുള്ള മാതാപിതാക്കളുടെ ഇത്തരത്തിലുള്ള കടന്നുകയറ്റങ്ങൾ. പല രീതിയിലാണ് ജുബിൻ നേരത്തെ പറഞ്ഞ പോലെ. ഇനിയോ വിമർശനങ്ങൾ നമ്മിൽ ഭയത്തിന്റെ വിത്തുപാകും. അവിടെയാ നേരത്തെ പറഞ്ഞത്, നീ ഒന്നിനും കൊള്ളാത്ത ആളാണ്, നീ വളരെ മോശക്കാരനാണ്, നിന്നെ കൊണ്ട് ആ കാര്യത്തിലൊന്നും ഒരു നടപ്പും ഉണ്ടാവില്ല, അല്ലെങ്കിൽ വേറെ പല രീതിയിലുള്ള അവനെ നോക്കി പഠിക്കുക എന്നൊക്കെ പറഞ്ഞ് എല്ലാം ഈ പറയുന്ന സാധനത്തിലേക്ക് അവനെ സ്വിച്ച് ചെയ്യും. അപ്പോൾ ഞാനും നിങ്ങളും എല്ലാവരും ഈ വിമർശന ഭയങ്ങൾക്ക് അടിമയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഭൂമിയിലെ സകല മനുഷ്യരും ഈ വിമർശന ഭയത്തിന് അടിമകളാണ്. ആർക്കും ഇഷ്ടമല്ലല്ലേ ആരെയും കുറ്റപ്പെടുത്തുന്നത്. അല്ല, അത് നമ്മുടെ ഈഗോയെ ഹർട്ട് ചെയ്യും. മറ്റൊരു വിഷയം, അത് വിമർശിക്കപ്പെടുമോ എന്നുള്ള ഭയത്തിന്റെ ഭാഗമാണ്. ഞാൻ അതിലേക്കാണ് വരുന്നത്. ഈ വിമർശന ഭയത്തിന്റെ ലക്ഷണങ്ങൾ ഒന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്കിത് പരിഹരിക്കാൻ വളരെ എളുപ്പമായിരിക്കും. എന്തായിരിക്കും ഇതിന്റെ ലക്ഷണങ്ങൾ എന്നത് നമുക്ക് നോക്കാം. ഒരു 10-31 ലക്ഷണങ്ങളുണ്ട്. ഞാൻ ഈ പറയാൻ പോകുന്ന ഈ ലക്ഷണങ്ങളിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് അവർ തങ്ങൾ ഇതിലേത് കാര്യത്തെയാണ് ഭയപ്പെടുന്നത് എന്ന് വീഡിയോ റിവൈൻഡ് ചെയ്ത് വീണ്ടും കണ്ടുകൊണ്ട് നിങ്ങളത് എഴുതി വെച്ചുകൊണ്ട് നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായി നിങ്ങളുടെ ഭയത്തിന്റെ കോസ് നിങ്ങൾക്ക് പിടികിട്ടും. ഒന്നാമത്തെ ലക്ഷണം, ആത്മാഭിമാനം പിരിമുറുക്കത്തിലൂടെയാണ് പ്രകടമാവുന്നത്. ഒരു പിരിമുറുക്കം ഉണ്ടാവും. സ്വന്തം ആത്മാവിന് എന്തെങ്കിലും ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ ഒന്ന് കൊണ്ടാൽ ഒരു തരം അസ്വസ്ഥത കാണിക്കും. അത് പിരിമുറുക്കത്തിലൂടെ ആയിരിക്കും പെരുമാറുക, അത് പ്രകടമാവുക. വിമർശന ഭയത്തിന്റെ ഒരു ലാഞ്ചനയുള്ള ആളുകൾ അങ്ങനെയാണ് പ്രകടിപ്പിക്കുക. അടുത്തത് എന്താണ്? സംസാരിക്കാനുള്ള വൈമുഖ്യം പ്രകടിപ്പിക്കും, മിണ്ടാതിരിക്കും. അവസരമുണ്ടായാലും സംസാരിക്കില്ല, മാറി നിൽക്കും. അല്ല നീ എന്താ ഒന്നും പറയാത്തത്? അല്ല ഞാൻ അത് കുഴപ്പമില്ലെന്നേ, നിങ്ങൾ തന്നെ പറഞ്ഞ എന്താ. അപ്പം നമുക്കറിയാം അവനല്ലെങ്കിൽ അങ്ങനെയാ, ഒന്നും പറയില്ല. അവർ ആരെങ്കിലും എന്തെങ്കിലും പറയുമെന്നാ പേടി, കേട്ടില്ല, അങ്ങനെ പറയില്ല. അപ്പം സംസാരിക്കാനുള്ള വൈമുഖ്യം പ്രകടിപ്പിക്കും. മൂന്നാമത്തെ കാര്യം, അപരിചിതരെ കാണുമ്പോൾ എല്ലാ ധീരതയും ചോർന്നു പോകും. കംപ്ലീറ്റ് എല്ലാം സെറ്റാക്കിയിട്ട് എല്ലാം പിടിച്ച് ഏറൊക്കെ പിടിച്ച് എല്ലാം സെറ്റാക്കി ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് പോയിട്ട് പെട്ടെന്നായിരിക്കും അവിടെ ഒരു പരിചയത്തിൽ ആളെ കാണുന്നത്. കംപ്ലീറ്റ് ധീരതയും ചോർന്നു പോകും. എടോ, നിന്നെ എത്ര പ്രാവശ്യം പറഞ്ഞു പഠിപ്പിച്ചാണ് അവിടെ പോയിട്ട് അത് പറയണേ ഇത് പറയണോ. കുട്ടികളോട് നമ്മൾ പറയാറുണ്ട്, വലിയ ആൾക്കാരോട് പറയാറുണ്ട്, എൻ്റെ പൊന്നച്ഛ അല്ല അമ്മയെ ഞാൻ അവിടെ ചെന്ന് ഇന്റർവ്യൂ ബോർഡിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ അച്ഛൻ പറഞ്ഞത് അച്ഛന് പരിചയമുള്ള മറ്റാൾക്കാർ, അപ്പോൾ അവിടെ വേറെ 2 പേര് നിൽക്കുന്നു. എനിക്ക് ഒന്നും പറയാൻ പറ്റിയില്ല, ഞാൻ ബബ്ബ അടിച്ചു. എല്ലാ ധീരതയും ചോർന്നു പോകുന്നു.
കൈകാലുകളുടെ വിലക്ഷണമായ ചലനങ്ങൾ, കൈയും കാലൊക്കെ ഒരു കൺട്രോൾ ഇല്ലാത്ത രീതിയിൽ ചലിപ്പിച്ച് കളയും. കണ്ണുകൾ സ്ഥാനം തെറ്റി മേലുണ്ടാവും. അത് ഇങ്ങനെ നേരെ നോക്കുന്നതിന് ഒരു കണ്ണിങ്ങനെ വെച്ചിട്ട് അത് അത് ഞാൻ ആലോചിച്ചത് കണ്ണടച്ച് കണ്ണുകൾ സ്ഥാനം തെറ്റി ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും, താഴോട്ട് മുകളിലോട്ട് 360 ആംഗിളിലൊക്കെ. ശബ്ദ നിയന്ത്രണം ഇല്ലായ്മ ഇതൊക്കെ സംഭവിക്കും. എന്തൊക്കെയാണ്? വിലക്ഷണമായ അംഗചലനങ്ങൾ, കണ്ണുകൾ സ്ഥാനം തെറ്റി മേയും, സംസാരിക്കുമ്പോൾ ശബ്ദ നിയന്ത്രണം, ഒരു ചുമ, ഇവിടെ നിന്ന് ഒരു സാധനം ഇങ്ങനെ ഒന്ന് ഉടക്കുന്നതാണ്, തൊണ്ടയിലൊന്ന് കുടുങ്ങിയ പോലെ എന്നൊക്കെ പറയും. ഒഴിവാകാൻ വേണ്ടി പറയുന്നതാണ്. ഒന്നും കുടുങ്ങുന്നതല്ല, നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഒരു ടെൻസ്ഡ് ആണെങ്കിൽ ഒരു ചുമയോട് കൂടിയാ തുടങ്ങുക. അപ്പൊ ശബ്ദത്തിൽ നിയന്ത്രണം ഇല്ലാതെ എങ്ങനെ കേട്ടില്ല, അപ്പം ഒന്നുകൂടെ പറയൂ എന്നൊക്കെ പറയും. ശബ്ദം അങ്ങ് താന്നു പോകും. ഞാൻ ഇവിടുന്ന് പോയപ്പോൾ അങ്ങനെ അല്ലായിരുന്നു, ശരിക്കും പഠിച്ചെല്ലാം സ്ട്രോങ് ആയിട്ട് പോയതാണ്. അവിടെ ചെന്നപ്പോൾ അങ്ങോട്ട് വീങ്ങി, എന്തോ പറ്റി, ഇങ്ങനെ സംഭവിക്കും. മറ്റുള്ളവരുടെ സാന്നിധ്യത്തിൽ വല്ലാത്ത പിരിമുറുക്കം. ആരെങ്കിലും ഒരു അപരിചിതരോ ഒരു സ്ഥലത്തേക്ക് കയറി വന്നാൽ പിന്നെ അവനെ ടാർഗറ്റ് ചെയ്യാണ്. ആകെ ഒരു പിരിമുറുക്കമായിരിക്കും. ഇവൻ ഇവിടെ വന്നത് ശരിയായത്, എന്തിനാ ഇപ്പോൾ ഇവിടെ വന്നത്, ഞാനിവിടെ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഒച്ചത്തിൽ സംസാരിക്കും, അവനെ ഒന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രമം നടത്തും. ഒരു അസ്വസ്ഥത ഇങ്ങനെ ഉണ്ടാവും. ഒരു നിശബ്ദമായ കുളത്തിലെ വെള്ളത്തിലേക്ക് ഒരു കല്ലെടുത്ത് എറിയുന്നത് പോലെ അവിടെ ഇങ്ങനെ ഓളങ്ങൾ ഇങ്ങനെ ഉണ്ടാവും. മറ്റുള്ളവരുമായി ഇടപഴകുമ്പോൾ മോശം ശരീരഭാഷ പ്രകടിപ്പിക്കും. മറ്റാൾക്കാരുടെ അടുത്ത് പോകുമ്പോൾ വിമർശിക്കപ്പെടുമോ എന്നുള്ള ഭയമുള്ള ആളുകൾ മോശമായ ഭയങ്കരമായിട്ട് ഡിഫൻഡീവ് മോഡിൽ നിൽക്കും. അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള മോശമായ ചെയ്യാൻ പാടില്ലാത്ത ശരീരഭാഷകൾ പ്രകടിപ്പിക്കും. ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് നിൽക്കും. എന്താ ഒരു തലക്കനമൊക്കെ. സത്യത്തിൽ തലക്കനമല്ല കേട്ടോ, പേടിച്ച ഉള്ളിൽ പേടിയായിരിക്കും. അപ്പൊ നമ്മൾ പറയും എന്താണ് അവന്റെ ഒരു തലക്കനം, അവൻ ഭയങ്കര ഇതായിരുന്നു, എനിക്ക് അവനെ ഇഷ്ടപ്പെട്ടില്ല. അപ്പം ജുബിൻ പറയും, അയ്യോ സത്യം പറഞ്ഞാല് അനുപം ഒരു പാവാ, നിങ്ങൾ വിചാരിക്കുന്ന ഒരാളല്ല, അല്ലെങ്കിൽ മറ്റേ ആളൊരു പാവമാണ്. അതൊന്നുമല്ല. അവൻ ആ സമയത്ത് സത്യത്തിൽ ഇതാ സംഭവിക്കുന്നത്. നമ്മൾ പറയുന്ന വാക്കുകളേക്കാൾ കൂടുതൽ പറയാത്ത വാക്കുകളാണ് കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ പറയാത്ത വാക്കുകൾ എന്താ? ശരീരഭാഷ. അതാണ് ഏറ്റവും കൂടുതൽ ആളുകളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അത്രത്തോളം പ്രാധാന്യമുണ്ട് അതിന്. മോശം ഓർമ്മശക്തി വളരെ പോറായിരിക്കും. വിമർശിക്കപ്പെടുമെന്ന് ലക്ഷണമുള്ള ആളുകളുടെ മോശം ഓർമ്മശക്തി ആയിരിക്കും. തീരുമാനങ്ങളിൽ തീർച്ചക്കുറവ്. ഒരു വ്യക്തതയും തീരുമാനം ഉണ്ടാവില്ല. ഞാനത് ചെയ്താൽ കുഴപ്പമുണ്ടാകുമോ? ആ ഭയമാണ് തീർച്ചക്കുറവ്. വ്യക്തിപരമായി ആകർഷണക്കുറവ്, ഒരു അട്രാക്ഷൻ കുറവുണ്ടോ, എന്തോ ഒരു തകരാറ്, ഒരു കുറവ്. ഇതൊക്കെ ഈ വിമർശനം ഭയം ഇല്ലാതായാൽ ആകർഷണം ഉണ്ടാവുന്നതാണ് ഈ പറഞ്ഞു വരുന്നത്. ഏത് വിഷയത്തിലും അഭിപ്രായങ്ങൾ വ്യക്തമായി പറയാതിരിക്കുന്ന സാഹചര്യം എപ്പോഴും ഉണ്ടാവും. എന്ത് ചോദിച്ചാലും ഒരു അഭിപ്രായം കാണത്തില്ല. അവനല്ലെങ്കിലും അങ്ങനെയാ, അവളങ്ങനെയാ. ഒന്നും ചോദിച്ചു ഒന്നും മിണ്ടതില്ല, ഒരു കാര്യവും മിണ്ടുകയില്ല, ഒന്നും ഒരു അഭിപ്രായമില്ല പ്രത്യേകിച്ച്. അതിപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ മതി. ചില ഭാര്യമാര് ഭർത്താവിനോട് അതിപ്പോൾ ഞാൻ എന്നെ പറയാനാ, നിങ്ങളങ്ങ് പറഞ്ഞാൽ പോരെ. അത് നീ പറഞ്ഞാൽ മതി. എന്നുവെച്ചാൽ ഞാനിനി പറഞ്ഞാൽ കുഴപ്പമാവുന്ന, വിമർശിക്കപ്പെടും എന്നുള്ളതാണ്. പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാതെ അവയിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നു. കാര്യം വ്യക്തമാണ്. അവിടെ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ എന്തെങ്കിലും നമ്മളായിട്ട് ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അത് കുഴപ്പമായി എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടല്ലേ. ഉത്തരവാദിത്വം ഇല്ലാത്തതുകൊണ്ടാണോ? അല്ല, ഉത്തരവാദിത്വം ഇല്ലാത്തതുകൊണ്ടൊന്നല്ല. അവർക്കൊക്കെ ഉത്തരവാദിത്വമൊക്കെ ഉണ്ടാവും, എല്ലാ മനുഷ്യരും ഉണ്ട്. പക്ഷെ താൻ വിമർശിക്കപ്പെടുമോ എന്നുള്ള ആന്തരികമായ ഭയമുണ്ട്. ഏതൊരു വിഷയത്തിലും മറ്റുള്ളവരുടെ അഭിപ്രായത്തോട് വളരെ പെട്ടെന്ന് തന്നെ യോജിച്ചുകൊണ്ടിരിക്കും. എന്താ നിന്റെ അഭിപ്രായം ഈ വിഷയത്തിൽ? അല്ല, എനിക്ക് നിങ്ങൾ പറഞ്ഞു തന്നെയാണ്. അല്ല, എന്നാൽ നീ എന്തെങ്കിലും ഒരു അഭിപ്രായം പറയാം. പ്രത്യേകിച്ച് അല്ല, എല്ലാവരും അങ്ങനെ പറയുവാണെങ്കിൽ പിന്നെ ഞാനും അങ്ങനെയാണ്. കാരണം താൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ പോയിട്ട് കണ്ടിട്ടില്ലേ, ചില ആളുകൾ ഏറ്റവും പുറകിൽ പോയിട്ട് ഒന്നും മിണ്ടാതെ മാറിയിരിക്കും. എന്തെങ്കിലും ഒരു അഭിപ്രായം പറയാ, നിങ്ങളൊരു കമ്മിറ്റി മെമ്പർ അല്ലേ എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെ എല്ലാവരും പറഞ്ഞല്ലോ, അത് തന്നെ എൻ്റെ അഭിപ്രായം. ഇതാണ് കടുത്ത അപകർഷതാബോധം മറച്ചു വെക്കാനായി ആത്മസന്തുഷ്ടി വാക്കുകളിലൂടെയും വ്യക്തി പ്രവൃത്തികളിലൂടെയും പ്രകടമാക്കിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഉള്ളിൽ ഭയങ്കര അപകർഷതാബോധം ഉണ്ടാവും. അത് മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് സന്തോഷം കൃത്രിമമായിട്ട് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കും. വാക്കുകളിലൂടെയും പ്രവൃത്തിയിലൂടെയും പ്രകടമാക്കിക്കൊണ്ടിരിക്കും. ഇതൊരു ലക്ഷണമാണ്. അപ്പം ഇതറിയാവുന്ന ആളുകൾ ഈ പ്രവൃത്തിയുടെ കാരണം ഇവയാൾ വിമർശിക്കപ്പെടുമോ എന്നതാണ് എന്ന് അവർക്ക് തിരിച്ചറിയാൻ പറ്റും. മറ്റുള്ളവരിൽ മതിപ്പ് തോന്നിക്കാനായി വലിയ വായിൽ സംസാരിക്കുകയും അർത്ഥം മനസ്സിലാക്കാതെ വലിയ വാക്കുകൾ പറയുകയും ചെയ്യും. മറ്റുള്ളവരെ മതിപ്പ് തോന്നിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഞാനൊരു പോരാത്ത ആളാണ്, അത്ര പോരാ എന്ന് എൻ്റെ ഉള്ളിലുണ്ട്, ഞാൻ അത്ര പോരാ എന്നത് മറച്ചു വെക്കാൻ വേണ്ടി, അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് വലിയ തോതിലുള്ള വർത്തമാനങ്ങളും വലിയ വാക്കുകളൊക്കെ ഇങ്ങനെ പറയാൻ നോക്കും.
സംസാരത്തിലും വസ്ത്രത്തിലും സ്വഭാവത്തിലൊക്കെ മറ്റുള്ളവരെ അന്ധമായിട്ട് അനുകരിക്കാൻ നോക്കും. കാരണം നമ്മൾ നേരത്തെ സ്ത്രീകളെക്കുറിച്ച് പറഞ്ഞില്ലേ, വിമർശിക്കപ്പെടുമോ എന്നുള്ളത് അണിഞ്ഞൊരുങ്ങുന്നതിൻ്റെ പിന്നിലുള്ള ഒരു വികാരം ഇതായിരിക്കാമെന്നൊരു നിരീക്ഷണമുണ്ടത്. അപ്പോൾ സംസാരത്തിലും വസ്ത്രത്തിലും സ്വഭാവത്തിലൊക്കെ മറ്റുള്ളവരെ അന്ധമായിട്ട് അനുകരിക്കാൻ ബ്ലൈൻഡായിട്ട് അനുകരിക്കും. ഒരു ലക്ഷണമാണ്. ഭാവനയിൽ കണ്ട നടക്കാത്ത നേട്ടങ്ങളെപ്പറ്റി പറഞ്ഞുകൊണ്ട് സ്വയം ആത്മപ്രശംസ നടത്തും. നടക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് പൊങ്ങച്ചം പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം എന്താ വെച്ചാൽ ഈ ഓരോ പറച്ചിലും പൊങ്ങച്ചം പറച്ചിലും അവർക്ക് ഡോപ്പാമൈൻ പോലുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകൾ സ്വയം സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് അവരിതിങ്ങനെ ഒരു സന്തോഷം കിട്ടും അവർക്ക്. ആ സന്തോഷം കിട്ടുമ്പോൾ വീണ്ടും അത് പറയാനുള്ള പ്രേരണ ആ ഡോപ്പാമൈൻ കൊടുക്കും. ഹലോ ഡോപ്പാമൈൻ പറഞ്ഞോ, ആത്മപ്രശംസ പൊങ്ങച്ചം പറഞ്ഞോ. അപ്പോൾ അയാൾ അറിയാതെ പറയും ഇല്ലേ. അപ്പോൾ ഇതിനൊരു കാരണമായിട്ട് പറയുന്നത് വിമർശിക്കപ്പെടുമെന്നുള്ള ഭയമാണെന്നാണ് പറയുന്നത്. ഇത് എൻ്റെ അഭിപ്രായം അല്ലട്ടത്, ഇതൊക്കെ റിസർച്ചാണ് ഞാൻ ഈ പറയുന്നത്. ഈ രംഗത്ത് നൂറ്റാണ്ടുകളുടെ റിസർച്ചുകൾ നടത്തിയ വലിയ മനുഷ്യന്മാരുണ്ടാക്കിയ റിസൾട്ടുകളാണ്. സ്വന്തം വരുമാനത്തിലും അധികം ചെലവിട്ട് മറ്റുള്ളവർക്കൊപ്പം എത്താൻ സദാ ശ്രമിച്ചുകൊണ്ടിരിക്കും. സ്വന്തം വരുമാനത്തൊക്കെ കൂടുതൽ ഇല്ലാത്തതുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി, ഇല്ലെങ്കിൽ ഇല്ലാത്തതിനെ വിമർശിക്കുമോ എന്ന ഭയത്തിൽ നിന്നാണ് ഇല്ലാത്തത് ഉണ്ടാക്കും. എൻ്റെ വല്യപ്പൻ എപ്പോഴും പറയുന്ന സാധനമുണ്ട്, ഈ അമിതമായ ചെലവ് ഇത്ര ആളുകളെക്കുറിച്ച് വരവ് ചെലവറിയാതെ വരവ് ചെലവറിയാതെ മാടമ്പി തുള്ളിയാൽ ഇരവ് പകലറിയാതെ ഏകാദശി നോക്കും. നമ്മുടെ കയ്യിലുള്ളതും ഇല്ലാത്തത് പോലെ അഭിനയിച്ച് നടന്നാൽ ചിലപ്പം ഒന്നും ഉണ്ടാവില്ല, തെണ്ടി നടക്കേണ്ടി വരും എന്നാണ് അതിനർത്ഥം. അപ്പം ഇത് മറ്റുള്ളവർ വിമർശിക്കുമോ എന്നുള്ള ഭയത്തിൽ നിന്നാണ് ഇത് ഉണ്ടാവുന്നത്. ഒരു പ്രവൃത്തിയിൽ മുൻകൈ എടുക്കാതെ പിന്നിൽ ഒളിച്ചിരിക്കും. കണ്ടില്ലല്ലോ ഇവിടെ ഒരാളുണ്ടെന്ന് പറഞ്ഞത്, ഈ വീട്ടില് ഇളയ മകൻ ഒരാളും കൂടെ ഉണ്ടെന്നല്ലേ പറഞ്ഞത്, അവനെ കണ്ടില്ലല്ലോ. അവനങ്ങനെ പുറത്തോട്ടൊന്നും വരുമൊന്നുമില്ല. ഒളിച്ചിരിക്കുക. എത്തരത്തിലുള്ള ഏത് സന്ദർഭം വന്നാലും ഒളിച്ചിരിക്കും. വിമർശിക്കപ്പെടുമോ? ഒരു പ്രവൃത്തിയിലും മുൻകൈ എടുക്കില്ല. എനിക്ക് വയ്യാന്ന് പറയാം, ഞാൻ ഇല്ല എന്ന് പറയാം. നീ ഇങ്ങനെ പറഞ്ഞെങ്ങനെയാ, ഞാൻ ഇല്ല എന്ന് പറയാം. അപ്പൊ നമ്മൾ വിചാരിക്കും ഇതെന്തൊരു ഉഴപ്പാണ്, എത്ര പ്രാവശ്യം പറഞ്ഞു കൊടുത്തു, അവനെ വല്ല സൈക്കോളജിസ്റ്റും കൊണ്ട് കാണിക്കണം എന്നൊക്കെ പറയും. ഇതാണ് കാര്യം, ഇതായിരിക്കും കാര്യം. സ്വയം മുന്നോട്ട് പോകാനുള്ള അവസരങ്ങൾ ഉണ്ടായാലും അതിനെ ഉപയോഗിക്കാതിരിക്കുക. ഒത്തിരി അവസരം കിട്ടി, എത്രയോ പാട്ട് പാടാൻ അവസരം കിട്ടി. യേശുദാസിനേക്കാൾ നല്ല പാട്ടുകാരനായി മാറേണ്ടത് അവൻ. നമ്മുടെ നാട്ടുപുറങ്ങളൊക്കെ പോയ ഇഷ്ടംപോലെ ആളുകൾ എങ്ങനെ കാണാം അല്ലേ. എന്തുകൊണ്ടാണ് യേശുദാസ് ആയത്? അയാൾ അതിനകത്ത് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഈ ഭയം അയാൾക്കില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പം സ്വന്തം അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നതിനെ ഭയക്കും, സ്വന്തം പറയാനുള്ള കാര്യങ്ങൾ പറയുന്നതിനെ ഭയക്കും, പറയാൻ പേടിക്കും. അതുകൊണ്ട് നിശബ്ദനായി പരമാവധി ഇരിക്കാൻ ശ്രമിക്കും. സ്വന്തം ആശയങ്ങളിൽ അല്പം പോലും ആത്മവിശ്വാസമില്ലാതിരിക്കുക. നിങ്ങൾക്കൊരു ആശയമുണ്ടെങ്കിൽ ആ ആശയത്തിൽ അല്പം പോലും ആത്മവിശ്വാസം ഉണ്ടാവില്ല. അത് പറയുമ്പോൾ തന്നെ ഒരു തെളിച്ചമുണ്ടാവില്ല. വിമർശിക്കപ്പെടുമോ എന്ന ഭയമാണ്. മേലുദ്യോഗസ്ഥർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഒഴിഞ്ഞു മാറുന്ന ഉത്തരങ്ങൾ നൽകുകയും സംസാരിക്കാൻ മടിക്കുകയും ചെയ്യും. എന്തെങ്കിലുമൊക്കെ ബ്ലാ 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 പറഞ്ഞ്, എന്തെങ്കിലുമൊക്കെ ചപ്പടാച്ചി ഉത്തരം പറഞ്ഞ് സ്കൂട്ടാവാൻ നോക്കും. അതൊക്കെ അവൻ എപ്പോഴും ഇങ്ങനെ അങ്ങ് ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കും. എന്തിനാണ് നമ്മൾ ഇനി പോയിട്ട് പെടുന്നതെന്നുള്ള അഭിപ്രായം പറയാൻ മടിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. തലയാട്ടിക്കൊണ്ടിരിക്കും. ഇങ്ങനെ വെക്കുമ്പോൾ അല്ല ശരി ഒക്കെ പറഞ്ഞിട്ട് അങ്ങനെയായിരിക്കും. തൻ്റെ യഥാർത്ഥ സ്വത്വം മറച്ചു വെച്ച് വ്യാജമായ വാക്കുകളും പ്രവൃത്തിയിലും ഏർപ്പെടും. ശരിക്കും താൻ ആരാണെന്ന് മറച്ചു വെച്ചുകൊണ്ട് അതിനെ മറച്ചിട്ട് വ്യാജമായിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ പ്രവൃത്തിയിലൊക്കെ ഏർപ്പെടാൻ വേണ്ടി ശ്രമിക്കും. അതാണ് ഒരു കാരണം. ഉത്കർഷേച്ഛ ഇല്ലായ്മ ഉണ്ടാവും. ഉത്കർഷേച്ഛ എന്ന് പറഞ്ഞാൽ നമുക്കൊരു എന്തൂസിയാസം ഒന്നും ഉണ്ടാവില്ല. മാനസികവും ശാരീരികവുമായി പ്രവർത്തിക്കാനുള്ള മടിയുണ്ടാവും. പിന്നെയോ എല്ലാ കാര്യങ്ങളിലും യുക്തമായ തീരുമാനങ്ങളിൽ എത്താൻ സമയമെടുക്കും. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാനത് കുറച്ചുകൂടെ ആഴത്തിൽ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയും. ഇങ്ങനെ സമയം എടുത്തുകൊണ്ടേയിരിക്കും. കാരണം പെട്ടെന്ന് കയറി പറഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയാലോ. ഡിസിഷൻ മേക്കിംഗ് ഭയങ്കര ഡിലേ ആയിരിക്കും. മറ്റുള്ളവർ കേൾക്കാതെ അവരെക്കുറിച്ച് വിമർശനങ്ങൾ ഉന്നയിക്കും. നമ്മുടെ സൊസൈറ്റിയിൽ ഏറ്റവും കൂടുതലുള്ള ആളുകൾ അപ്പൊ ശരിക്കും ഈ ഗോസിപ്പ് പറയുന്ന ആളുകളാണ്, അവൻ ഭയങ്കര ഗോസിപ്പിന്റെ ആളാട്ടോ എന്ന് നമ്മൾ പറയുമ്പോൾ ഈ ഗോസിപ്പിന്റെ ആള് താനിത് ഗോസിപ്പാണ് ചെയ്യുന്നതെന്ന് ചെയ്യുന്ന ആൾക്ക് അറിയേയില്ല. അയാൾക്ക് അതിനെക്കുറിച്ച് ഒരു ബോധവും ഉണ്ടാവില്ല. ആരെങ്കിലും പറയുമോ ഞാൻ കുറച്ച് അസൂയ പറഞ്ഞു വരുത്തട്ടെ, ഇയാളെ തമ്മിൽ തെറ്റിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണോ ആരും ചെയ്യുക? അല്ല, അതിന് പ്രവൃത്തിയാണ്, അതിൻ്റെ റിസൾട്ടാണ് അതുണ്ടാക്കുന്നത്. അപ്പം ഇങ്ങനെയാണ് മറ്റുള്ളവർ കേൾക്കാതെ അവരെക്കുറിച്ച് വിമർശനങ്ങൾ ഉന്നയിക്കുക. ഉള്ളിൽ ഫിയറാണ്, താൻ വിമർശിക്കപ്പെടുമോ. അതുകൊണ്ടാണ് മറ്റുള്ളവരെക്കുറിച്ച് വിമർശനം
ഉന്നയിക്കുന്നത്. ഏത് വിഷയത്തിലും പ്രതിഷേധിക്കാതെ തന്നെ സ്വയം പരാജയം അംഗീകരിക്കുക. ഞാൻ തോറ്റു, ഞാൻ ഇല്ല, എന്നെക്കൊണ്ട് വയ്യ, എന്നെക്കൊണ്ട് വയ്യേ, ഇനി ഞാനായിട്ട് തോന്നിട്ടില്ല, നിങ്ങളായി, തോറ്റു, സുല്ല് പറയാന്ന് പറയും. ആദ്യം തന്നെ മറ്റുള്ളവരുടെ എതിർപ്പ് മൂലം ഒരു സ്ഥാപനത്തിൽ നിന്നോ പ്രവൃത്തിയിൽ നിന്നോ വിട്ടുപോവുക. ഇത്തരം ആളുകളെ ധാരാളമായി നമുക്ക് ഇടയിൽ കാണാം. മറ്റുള്ളവരുടെ എതിർപ്പ് മൂലം, മറ്റുള്ളവർ എതിർപ്പ് എന്നാ പറയാ, യഥാർത്ഥത്തിൽ എതിർപ്പായിരിക്കില്ല. കാരണം എതിർപ്പ് കണ്ടുപിടിച്ച് ആ സ്ഥാപനത്തിൽ നിന്നോ പ്രവൃത്തിയിൽ നിന്നോ വിട്ടുപോകും. അവിടുന്ന് താൻ വിമർശിക്കപ്പെടുമോ എന്ന എവിടെയോ ഒരു ഭയം അയാളിൽ കുടുങ്ങിയിട്ടുണ്ട്. ഇവിടെ ഞാനിങ്ങനെ തുറന്നു പോയി കഴിഞ്ഞാൽ ഇവിടെ എന്നെ ചിലപ്പം എന്തെങ്കിലും പറഞ്ഞിട്ട് കളിയാക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇവിടെ നിന്നാൽ എസ്കേപ്പ്, ശ്രീനിവാസൻ പറയുന്ന പോലെ എസ്കേപ്പ് ഇതാണ് ഉള്ളത്. കാരണമില്ലാതെ മറ്റുള്ളവരെ സംശയിക്കുക, അനാവശ്യമായ സംശയമായിരിക്കും. എന്നെക്കുറിച്ചാണ് ആ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതെന്താ മാറി എന്ന് പറയുന്നത്, എന്നെക്കുറിച്ച് തന്നെയാണ് ഉള്ളിൽ പറഞ്ഞുകൊണ്ടിരിക്കും. വിമർശിക്കപ്പെടുമോ എന്ന ഭയമാണ്. താൻ വിമർശിക്കപ്പെടുന്നത് എനിക്കിഷ്ടമല്ല. ഇതാണ് സംസാരത്തിൽ നയചാതുര്യം ഒട്ടുമില്ലാതിരിക്കുക. ഒരു നയമില്ല, ഒരു അഡ്ജസ്റ്റ്മെന്റിനും തയ്യാറല്ലാതിരിക്കുക. വിമർശിക്കപ്പെടും എന്ന ഭയം മൂലം തെറ്റുകൾക്കുള്ള പഴി സ്വീകരിക്കാൻ മടി കാണിക്കുക. എന്തെങ്കിലും തെറ്റുണ്ടായാൽ ആ തെറ്റിന് കാരണക്കാരൻ താനാണ് എന്ന് പറയുന്നത് സ്വീകരിക്കാനുള്ള മടി കാണിക്കുക, വിമുഖത കാണിക്കുക എന്നുള്ളതാണ്. ഇതിൽ എവിടെയാണ് നമ്മളുള്ളത് എന്ന് കണ്ടെത്താറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ എല്ലാ ബേസിക് ഫിയർ ഫാക്ടേഴ്സ് ഒക്കെയും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത്, അത് മറ്റുള്ളവർ എന്നെ പറ്റി എന്ത് പറയും, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും, ഇതെല്ലാം വേറെ ഒരാളിൽ നിക്ഷിപ്താണ്. അതെ, എന്ന കാര്യം ഒരു യാഥാർത്ഥ്യമാണ്, യാഥാർത്ഥ്യം ഒട്ടുമില്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞത്, വിമർശന ഭയം എന്ന് പറയുന്ന സാധനം ഒരു വേരുകളില്ലാത്ത ഒരു എന്താ പറയുന്ന മനുഷ്യന്റെ വെറും ഭാവന സൃഷ്ടി മാത്രം, തോന്നലുകൾ മാത്രമാണ്. തോന്നലുകൾ മാത്രം. അപ്പൊ അത് ഈസി ആയിട്ട് നമുക്ക് കളയാനും പറ്റത്തില്ല. അതെ, ഇപ്പൊ ഇതിനെക്കുറിച്ച് ഇത് നമ്മളിപ്പോ ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കി എന്താണ് ഇപ്പൊ ഇതിന്റെ ഒരു മാർഗം. ഈ വിമർശന ഭയത്തിൽ നിന്ന് പോകാനുള്ള മാർഗം, ഈ വിമർശന ഭയങ്ങൾ ഈ പറയുന്ന ഏതാണ്ട് 31 വിമർശിക്കപ്പെടുമെന്നുള്ള ഭയത്തിന്റെ ലക്ഷണങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ആ 31 പറഞ്ഞിട്ടുണ്ട് ഞാൻ. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിലെവിടെയാണ് നമ്മളൊന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ ആ വിമർശനങ്ങളെ നാം ഒരിക്കലും അതിനെക്കുറിച്ച് നമ്മൾ വേവലാതിപ്പെടരുതെന്നാണ് അതിന്റെ റിസർച്ചേഴ്സ് പറയുന്നത്. അതിൽ നമ്മൾ വേവലാതിപ്പെടരുത്. അതിന് മുകളിലൊരു പ്രോസസ് ഉണ്ട്, ദ പ്രോസസ് എന്ന് പറയും. ദ പ്രോസസ് ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യം കേട്ടോ. ഏത് വിഷയത്തിലാണെങ്കിലും, പഠനത്തിലായാലും, പിന്നെ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്ന ഏത് കാര്യം ചെയ്യുമ്പോഴും പ്രോസസ് പ്രധാനമാണ്. ലോ ഓഫ് ആക്ഷൻ, അതിന് മുകളിലൊരു പ്രോസസ്സ് വേണം. ആ പ്രോസസ്സില്ലെങ്കിൽ നമുക്കത് ഒരിക്കലും കളയാൻ പറ്റില്ല. മരുന്ന് കഴിക്കുന്ന പോലെയാണ്. ആ പ്രോസസ്സിലൂടെ നമ്മൾ അതിനെ എലിമിനേറ്റ് ചെയ്ത് ദ പ്രോസസ്, അതൊരു വലിയ പ്രോസസ്സാണ്, വളരെ നീണ്ട പ്രോസസ്സാണ് എന്നൊക്കെ നമ്മൾ പറയും. ഒരു ചെറിയ പ്രോസസ്സ് അതിനകത്തുണ്ട് എന്ന് പറയുന്നത്. എങ്ങനെയായാലും ആ പ്രോസസ്സിലൂടെ നമ്മൾ കടന്നു പോവുക തന്നെ വേണം. അതിലൂടെ കടന്നുപോയി ഭയപ്പെടുന്ന ആ നിമിഷങ്ങളിലൂടെ സ്വയം അവിടെ പോയി ഇരുന്ന് നമ്മളായി അതിനോട് നേരിട്ട് ഏറ്റുമുട്ടി, അല്ലയോ ഭയമേ, നിന്റെ തിരുനെറ്റിക്ക്, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നിന്റെ തിരുനെറ്റിക്ക് ഞാനൊരു അടി തരാൻ പോവുകയാണ്, നിന്നെ ഞാൻ സ്നേഹിക്കാൻ പോവുകയാണ്, നിന്നോട് ഒപ്പം ഞാൻ ചേരാൻ പോവുകയാണെന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടാവണമെന്നാണ് പറയുന്നത്. വിമർശനങ്ങൾ വേഷം മാറി വരുന്ന പ്രശംസകളാണെന്നാണ് പറയുക. വിമർശനങ്ങൾ വേഷം മാറി വരുന്ന പ്രശംസകളാണ്. അങ്ങനെ അതിനെ കാണാൻ പഠിക്കുക എന്നുള്ള അതിനെക്കുറിച്ച് പറയുന്നത്, ആരും ചത്ത പട്ടിയെ തൊഴിക്കാറില്ല. ഒരു അമേരിക്കൻ സെയിങ് ആണത്. ഒരു ചത്ത പട്ടി ആരെങ്കിലും തൊഴിക്കുമോ? അവിടെ എങ്ങാനും ജീവനോടെ കിടക്കുന്ന പട്ടിയാണെങ്കിൽ അതിനെ ഒരൊറ്റ അടി കൊടുത്തിട്ട് എന്നുള്ള ശബ്ദം, അത് കേൾക്കാൻ പ്രത്യേകിച്ചൊരു സുഖമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളെ വിമർശിച്ച് ആരെങ്കിലും സംസാരിച്ചാൽ അതിനർത്ഥം നിങ്ങളിൽ എന്തോ ഉണ്ട് എന്നാണ്. നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട്. എക്സാക്ട്ലി, നിങ്ങൾ എന്തോ ഉണ്ട്. ആരെങ്കിലും ഇനി മുതൽ നിങ്ങൾ അങ്ങനെ ആയിരിക്കണം കാണേണ്ടത്. ഇനി മുതൽ നിങ്ങളെ ആരെങ്കിലും വിമർശിച്ചാൽ നിങ്ങളിൽ എന്തോ ഉണ്ട്, 100%. അങ്ങനെ നിങ്ങൾക്ക് കാണാൻ കഴിയുമ്പോഴാണ് നിങ്ങളിൽ നിന്ന് പതുക്കെ ആ ഭയം ഇല്ലാതാവും. ഒന്നും ചെയ്യാതിരിക്കുമ്പോ ആരും നമ്മളൊന്നും പറയില്ലല്ലോ. അതുകൊണ്ടാണല്ലോ പറയുന്നത്, ഒന്നും ചെയ്യാതിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഒന്നും ചെയ്യാതിരിക്കുന്നത്, പേടിച്ചിട്ടാണല്ലോ. അപ്പം ഈ സംസാരിക്കാൻ, പ്രത്യേകിച്ച് വേദികളിലൊക്കെ പോയി സംസാരിക്കാനൊക്കെ പോകുമ്പോൾ ഭയപ്പെടുമ്പോൾ, ആളുകളോട് നിൽക്കുമ്പോൾ ഒക്കെ നമ്മൾ ചോദിക്കുക, നിങ്ങൾ എന്തെല്ലാം കഴിവുകൾ നിങ്ങൾക്ക് ദൈവികമായി ലഭിച്ചിട്ടുണ്ട്? എനിക്ക് എന്തെല്ലാം കഴിവുകൾ ലഭിച്ചിട്ടുണ്ട്? എന്തെല്ലാം കാര്യങ്ങളാണ് എൻ്റെ സ്ട്രെങ്ത്? വീക്ക്നെസ് അല്ല ഞാൻ പറയുന്നത്. എൻ്റെ സ്ട്രെങ്ത് എന്തൊക്കെയാണ്? നമുക്ക് അതിലേക്ക് ഫോക്കസ് ചെയ്യാം. നമ്മൾ എന്തിലേക്ക് ഫോക്കസ് ചെയ്യുന്നോ അത് വളരുന്നു എന്നാണ്. നമ്മൾ എന്തിനെ ശ്രദ്ധിക്കുന്നു അതിലേക്ക് വളരുന്നു എന്നാണ്. ശ്രദ്ധയുടെ നിയമം അതാണ് പറയുന്നത്. എത്രത്തോളം കാലത്ത് നിങ്ങൾ ശ്രദ്ധിക്കുന്നു, വിവേകാനന്ദനൊക്കെ അതിഭംഗിയായിട്ട് അത് പറഞ്ഞിട്ടുണ്ട്. ആഴിയുടെ അടിത്തട്ടിൽ വരെ പോകേണ്ട വന്നാലും, മരണത്തെ മുഖാമുഖം കാണേണ്ടി വന്നാൽ പോലും
വിട്ടുമാറാത്ത ശ്രദ്ധ എന്നാ പറയാ. അത്രയും ഫോക്കസ് എന്ന് പറയുമ്പോൾ അങ്ങനെ നമുക്ക് പോകുമ്പോൾ നമുക്ക് എന്തെല്ലാം പ്ലസ് കിട്ടിയിട്ടുണ്ട്. കഴിവുകേടുകളൊക്കെ മറന്നേക്ക്. കഴിവുകളെ കുറിച്ച് ഞാൻ പറയുന്നത്. അപ്പം നമുക്ക് അങ്ങനെ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ അങ്ങനെ എടുത്തുകൊണ്ട് നമ്മളൊരു പേനയും പേപ്പറും എടുത്തിട്ട് നമ്മളെ ഈ കഴിവുകളെക്കുറിച്ച് എഴുതണ്ട കേട്ടോ. ഇപ്പോൾ ഫോക്കസ് അങ്ങോട്ടായി പോകും. കഴിവുകളെക്കുറിച്ച് എഴുതുക. ഈ കഴിവുകളെക്കുറിച്ച് എഴുതി ആ ലിസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞ അത്ഭുതപ്പെട്ടു പോകും നമ്മളെ കഴിവുകൾ എത്രയുണ്ടെന്നുള്ള. ഒന്നിനും വയ്യ, എന്നെ കൊണ്ടൊന്നും പറ്റില്ല, ഞാനൊന്നിനും പറ്റാത്ത കൊള്ളാത്ത ആളാണ് എന്ന് പിന്നെ എൻ്റെ അച്ഛനും അമ്മയാണ് എന്നെ ഇങ്ങനെ നശിപ്പിച്ചത് അങ്ങനെ ബ്ലെയിം ചെയ്തും അവർക്ക് ഒരു പാറ്റേൺ ഉണ്ട്. അവരുടെ അച്ഛനും അമ്മയായിരിക്കും ഒരു പക്ഷേ അവരെ അങ്ങനെ ആക്കിയത്. അപ്പോൾ അതൊക്കെ വിട്ടിട്ട് നിങ്ങളെ കഴിവുകളെക്കുറിച്ച് നിങ്ങളെ കഴിവ് ഉള്ള ഒരു ഒറ്റ കഴിവ്, ഒരു കഴിവെങ്കിലും ഇല്ലാത്ത ആളുകളുണ്ടാവും. നിങ്ങളതൊന്നും മൂർച്ച കൂട്ടി നോക്കൂ. ഞാനൊരു സാധാരണ വിദ്യാഭ്യാസമുള്ള ആളാണ്. ഒരു മലമ്പ്രദേശത്ത്, കാട്ടുപ്രദേശത്ത്, വയനാട് ചുരത്തിൻ്റെ സൈഡിൽ 10-12 കിലോമീറ്റർ നടന്നിട്ട് വേണം മെയിൻ റോഡിലേക്ക് പോകാൻ. അങ്ങനെ നടന്നും പഠിച്ചും ഒക്കെ വളർന്ന ഒരാളെന്ന് പറഞ്ഞാൽ എന്ത് കഴിവുണ്ടാവുക? മനുഷ്യരെ മനസ്സിലാക്കാനും മനുഷ്യരെ സ്നേഹിക്കാനും ഈ ലോകത്തിനപ്പുറത്ത്, ഈ മലമ്പ്രദേശത്തിനപ്പുറത്ത് ഒരു പുതിയ ലോകം, അപ്പുറത്തൊരു ലോകമുണ്ടെന്നും ആ ലോകത്തിരിക്കുന്ന ആളുകളുമായി മുഴുവൻ എനിക്ക് ബന്ധപ്പെടണമെന്നും എനിക്ക് ആഗ്രഹിക്കുന്ന ഇൻ്റർനെറ്റില്ല, ഒറ്റ കാര്യമില്ല, ആകെ കത്തെഴുത്ത് മാത്രം. അങ്ങനെ ഉണ്ടായിരുന്ന ഒരു കാലത്തു നിന്നും നമ്മുടെ ഒരു കഴിവിനെ, അതിനുപയോഗിക്കാനുള്ള കഴിവെന്താണ്? എഴുത്ത്. ആ എഴുത്തിലൂടെ ആ കഴിവിനെ മൂർച്ച കൂട്ടി വായനയിലൂടെ അത് സാംശീകരിച്ച് എടുത്തെടുത്ത് നമ്മൾ കൊണ്ടുപോയപ്പോഴാണ് അതൊരു കഴിവായി മാറിയത്. അങ്ങനെയാണ് സംസാരിക്കാൻ പഠിച്ചത്. ഇതിനെക്കുറിച്ച് വിമർശനങ്ങളെക്കുറിച്ച് അരിസ്റ്റോട്ടിൽ പറഞ്ഞ ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു ചർച്ചയുടെ വിരാമം വിടാം. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: മിക്ക ആളുകളും സംഭാഷണം തയ്യാറാക്കുന്നതും സംസാരിക്കാൻ ആലോചിക്കുന്നതും മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന ചിന്തയിലാണ്. വളരെ സിമ്പിളാണല്ലോ. മറ്റുള്ളവർ എന്താണ്, അരിസ്റ്റോട്ടിൽ ആരാന്ന് മനസ്സിലായല്ലോ, ഫാദർ ഓഫ് ഫാദർ. എന്ത് വിചാരിക്കും, എന്ത് ചെയ്യുന്നതിൽ മറ്റുള്ളവർ എന്താ വിചാരിക്കുക, ഞാൻ പരാജയപ്പെട്ടാൽ എന്തു ചെയ്യും, ഞാൻ ഊമയാണെന്ന് ആരെങ്കിലും കരുതിയാലോ. ഇത്തരം അവസ്ഥകളിലൂടെയാണ് നമ്മളൊക്കെ പലപ്പോഴും കടന്നു പോകുന്നത്. വിജയിച്ചവരൊക്കെ ഇതിനെ മറികടന്നവരാണ്. ഞാനിപ്പോൾ ഇങ്ങനെ പറയുന്ന ഞാൻ ഒരു 25-30 വർഷം മുമ്പ് ഒരിക്കലും നാട്ടിൽ നിവർത്തി നിന്നിട്ട് പറയാൻ പറ്റില്ലായിരുന്നു. ബബ്ബെ അടിക്കുന്ന ആളായിരുന്നു. വലിയ വേദികളിലൊക്കെ നിന്നിട്ട് ആയിരക്കണക്കിന് ആൾക്കാർ നിൽക്കുന്ന വേദികളിൽ നിന്ന് സംസാരിച്ച് ഫെയിലിയറായി പോയ ആളാണ്. അതേ വേദിയിൽ നിന്നും നൂറുകണക്കിന് ആളുകളുടെ കയ്യടി നേടിക്കൊണ്ട് അതൊരു ഹരമാക്കി മാറ്റി ഇപ്പം മുന്നോട്ട് പോകുന്ന ഒരാളാണ്. അതിൽ സന്തോഷിക്കുന്ന, മയക്ക് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരാളാണ്. എനിക്ക് 100 പേരോട് സംസാരിക്കാൻ ഇഷ്ടമല്ല. 10,000 പേരുണ്ടെങ്കിൽ കൂടുതൽ സന്തോഷമാണ്. കാരണം 10,000 ആളുകളിലേക്കും എൻ്റെ സന്ദേശം, എനിക്ക് പറയാനുള്ളത് ചെന്ന് തൊടുന്ന ആ കാഴ്ച എനിക്കിങ്ങനെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് വിമർശനം എന്ന എലമെൻ്റ് ഒരിക്കലും വരാൻ പാടില്ല. എല്ലാവരും, ഈ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരൊക്കെ, അവർക്കൊക്കെ വലിയ ഒരു ലോകം കാത്തിരിക്കുന്നുണ്ട്. ഒന്നെടുത്ത് മാറ്റിയാൽ മതി. ഒന്ന് കണ്ടെത്തുക, വിമർശനങ്ങളുടെ തിരികല്ലിൽ അതിന് മൂർച്ച കൂട്ടുക.